നമസ്കാരം. ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ എല്ലാ ആരവങ്ങളും ഒഴിഞ്ഞിരിക്കുന്നു. ഇനി ഫലപ്രഖ്യാപനത്തിന് വേണ്ടിയുള്ള കാത്തിരിപ്പാണ്. എക്സിറ്റ് പോളുകളുടെ പ്രവചനങ്ങൾ ഇതിനോടകം വന്നു തുടങ്ങിയെങ്കിൽ പോലും കൃത്യമായ ചിത്രം, കൃത്യമായ ജനവിധി അത് ജൂൺ 4-ാം തീയതി തന്നെ അറിയാൻ സാധിക്കുകയുള്ളൂ. എന്തായാലും ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ അവസാന ഘട്ടത്തിൽ, അതായത് ഇന്ന് നടന്ന തെരഞ്ഞെടുപ്പിലാണ് പഞ്ചാബിലെ മുഴുവൻ മണ്ഡലങ്ങളും വിധി എഴുതിയത് എന്ന് നമുക്കറിയാം. പഞ്ചാബിലെ തെരഞ്ഞെടുപ്പ് ഉത്സവത്തിൽ ഒരു വ്യത്യസ്തമായ കാഴ്ച ഇക്കുറി കാണാൻ സാധിച്ചിരുന്നു. മറ്റെങ്ങുമല്ല, ഖദൂർ സാഹിബ് മണ്ഡലത്തിലായിരുന്നു. കാരണം ഇവിടെ വാരിസ് പഞ്ചാബ് സംഘടനയുടെ നേതാവായ ഖാലിസ്ഥാൻ തീവ്രവാദിയായ അമൃത്പാൽ സിംഗ് മത്സരിക്കുന്നുണ്ടായിരുന്നു. അദ്ദേഹം ജയിലിൽ നിന്ന് തന്നെയാണ് മത്സരത്തിൽ രംഗത്തുണ്ടായിരുന്നത്. എന്നിട്ടും അവിടെയുള്ള മറ്റ് പ്രമുഖ പാർട്ടികൾ, കോൺഗ്രസും BJPയും ആം ആദ്മിയും ഉൾപ്പെടെയുള്ളവരുടെ ഒരു സാന്നിധ്യവും ഈ മണ്ഡലത്തിൽ, ഈ ഖദൂർ സാഹിബ് മണ്ഡലത്തിൽ കാണാൻ സാധിച്ചിരുന്നില്ല. എന്താണ് അതിന്റെ കാരണമെന്നത് വളരെ രസകരമായ അല്ലെങ്കിൽ കൗതുകകരമായ ഒരു വസ്തുതയാണ്. ഈ മണ്ഡലത്തിന് പുറത്ത് സ്ഥാപിച്ചിരിക്കുന്ന ഒരു ബോർഡാണ് കോൺഗ്രസിനെയോ BJPയോ ഈ മണ്ഡലത്തിൽ കാലുകുത്താൻ സമ്മതിക്കാതിരുന്നത്. അമൃത്പാൽ സിംഗിന്റെ സാന്നിധ്യമുണ്ട്, അയാൾ ജയിലിലാണ് എങ്കിൽ പോലും അവിടെ കൃത്യമായ രീതിയിൽ പ്രചരണം നടത്താൻ ഈ ദേശീയ പാർട്ടികൾക്ക് സാധിച്ചിരുന്നില്ല. ഖദൂർ സാഹിബ് മണ്ഡലത്തിന് പുറത്ത് സ്ഥാപിച്ചിരിക്കുന്ന ബോർഡിലെ വാചകം ഇങ്ങനെയാണ്: ഞങ്ങളുടെ വോട്ട് അമൃത്പാൽ സിംഗിന് മാത്രമാണ്, ഇവിടേക്ക് മറ്റൊരു പാർട്ടിയും വോട്ട് ചോദിച്ച് വരേണ്ടതില്ല എന്ന ബോർഡാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത്. അമൃത്പാൽ സിംഗിന്റെ ജന്മനാട്ടിൽ നടക്കുന്ന ഈ നീക്കങ്ങളൊക്കെ വളരെ ഗൗരവത്തോടെ തന്നെ കാണേണ്ടതുണ്ട്. നമുക്കറിയാം, ദേശരക്ഷാ നിയമം ചുമത്തപ്പെട്ട അസമിലെ ദിബ്രുഗഡ് ജയിലിൽ കഴിയുന്ന സിഖ് മത പ്രചാരകൻ കൂടിയായ അമൃത്പാൽ സിംഗ് ഈ ചിത്രത്തിൽ എത്തിയതോടുകൂടി ഈ മണ്ഡലത്തിലെ തന്നെ രാഷ്ട്രീയ സാഹചര്യം മാറി മറിഞ്ഞ നിലയിലാണ്. പഞ്ചാബിലെ മറ്റേത് മണ്ഡലത്തെക്കാളും ഉപരി സിഖ് വോട്ടർമാർ സീറ്റാണ് ഇത് എന്നുകൂടി പ്രത്യേകം പറയേണ്ടതുണ്ട്. 75% ഇവിടുത്തെ സിഖ് വോട്ട് എന്ന് പറയുന്നത്. ശിരോമണി അകാലിദളാണ് മണ്ഡല പുനർനിർണയത്തിന് മുൻപ് ഈ മേഖലയിൽ കൂടുതൽ തവണ വിജയിച്ചിട്ടുള്ളത്. നിലവിൽ കോൺഗ്രസിന്റെ കൈവശമാണ് ഈ സീറ്റുള്ളത്. പക്ഷേ ചില സിഖ് രാഷ്ട്രീയ സംഘടനകൾ, പ്രാദേശികമായ ചില സംഘടനകൾ, തീവ്ര സ്വഭാവമുള്ള സംഘടനകൾ ഇതിനോടകം തന്നെ അമൃത്പാൽ സിംഗിന് പിന്തുണ പ്രഖ്യാപിച്ചിട്ടുമുണ്ടായിരുന്നു. ആഭ്യന്തരമന്ത്രി അമിത്ഷായ്ക്ക് മുൻ പ്രധാനമന്ത്രി ഇന്ദിരാഗാന്ധിയുടെ അതേ വിധി തന്നെ വരും എന്ന് പറഞ്ഞ അമൃത്പാൽ സിംഗ് ഈ ഖദൂർ സാഹിബ് ലോക്സഭാ മണ്ഡലത്തിൽ നിന്നും പാർലമെന്റിന്റെ പടി കയറുമോ എന്ന ചോദ്യം വളരെ ഗൗരവമുള്ളതാണ്. ന്യൂസ് ഡെസ്ക് ഈസി മലയാളം.